ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എനിക്കും കിട്ടി ഗൂഗിൾ ആഡ്സൻസിൻ്റെ പിൻ നമ്പർ. ഇപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 2 വർഷം ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു. യൂട്യൂബ് എന്താണെന്ന് അറിയില്ല, പിന്നെ ഒരു കാര്യങ്ങളും അറിയില്ല. എന്തിനാണ് യൂട്യൂബ് തുടങ്ങിയത് എന്നുള്ളത് മാത്രം അറിയാം. അല്ലാണ്ട് യൂട്യൂബ് എന്തിനൊക്കെ ഉപയോഗപ്രദമാണ് എന്നുള്ളതോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുമില്ല, എനിക്ക് അറിയൂല. കാരണം ഞാൻ തുടങ്ങാനുണ്ടായ കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 2 വർഷമായി. അത് ഒരു റോഡ് വരുന്നുണ്ടായിരുന്നു, 45 മീറ്റർ ആയിട്ട് ഒരു റോഡ് വരുന്നുണ്ട്. നമ്മൾ ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ഈ 3 ജില്ലകളിൽ ഉൾപ്പെട്ടതായിരുന്നു ആ റോഡ്. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മുടെ വില്ലേജ് കൂടെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. ഇതിൻ്റെ ഓരോ മെത്തേഡ് വരുമ്പോഴും ആദ്യം വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ഞങ്ങളെ മുതുവല്ലൂർ വില്ലേജ് കൂടെയായിരുന്നു. അപ്പോൾ ഈ 3 ജില്ലയിലെ ആൾക്കാരും ഭയങ്കര ടെൻഷനാവുമല്ലോ ഇപ്പോൾ റോഡും സ്ഥലങ്ങളൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ ഓരോ ഓഫീസർമാർ വരുമ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരുപാട് ആകാംക്ഷകളുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ആ ഭാഗത്തേക്ക് വരുന്നതുകൊണ്ട് ഞാൻ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വിട്ടാൽ മറ്റു ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപകാരമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇട്ടാൽ മതി ചേച്ചി, പിന്നെ എല്ലാവർക്കും അറിയാലോ. ഓഫീസർമാർ വരുമ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് അളക്കണത്, എന്തെല്ലാം ചോദിക്കണേന്നൊക്കെ എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവർക്ക് ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഓരോന്ന് ഇടുമ്പോൾ തന്നെ എനിക്ക് 1500, 2000, 3000 ഒക്കെ വ്യൂസ് വരാറുണ്ട് ഒരു ദിവസം തന്നെ. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം ആകുമ്പോഴേക്കും തന്നെ 3000, 4000, 10000 അങ്ങനെയൊക്കെ വ്യൂസ് വരെയുണ്ട്. പക്ഷേ ഈ വ്യൂസ് വരുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് നമുക്ക് വളരെ ഉപകാരമുള്ള കാര്യമാണ്. ഇത്രയും വ്യൂസ് കൂടുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടുന്നത് ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിതിങ്ങനെ നോക്കും, എത്ര ആൾ കണ്ടു, 1000, 1K കണ്ടു. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമായല്ലോ, ഇതിൻ്റെ ആൾക്കാരാണല്ലോ ഇത് നോക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇത് കണ്ടിന്യൂസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 8 മാസം മുന്നേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു. എല്ലാവർക്കും പൈസകളൊക്കെ കൊടുത്തു, വീടൊക്കെ ഒഴിഞ്ഞു പോയി, ഒരുവിധം ഉള്ള ആദ്യത്തെ കണ്ടീഷൻസൊക്കെ തീർന്നു. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നിർത്തി വെച്ചു. കാരണം ഇനിയിപ്പോൾ ആൾക്കാരെ അറിയിക്കാനൊന്നുമില്ലല്ലോ. ഇനി 2ാം ഘട്ടം റോഡ് പണി തുടങ്ങുന്ന സമയത്തല്ലേ മരം മുറിക്കലും കാര്യങ്ങൾ അളവൊക്കെ വരുമ്പോൾ അല്ലേ ഇടാനുള്ളൂ. ആ സമയത്ത് നമുക്ക് ഇനിയും തുടരാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തി വെച്ചു. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല അപ്പോഴും. അങ്ങനെ കുറേ കഴിഞ്ഞു ഞാൻ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ $100 വന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് അറിയില്ല സംഭവം എന്താണെന്നൊന്നും. അങ്ങനെ ഞാനത് അവിടെ തൽക്കാലം നിർത്തി വെച്ചു. അങ്ങനെ ഇപ്പോൾ 1 വർഷത്തോളം ആവാനായി ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി വെച്ചിട്ട്. ഇപ്പം ഞാനൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ആഡ്സൻസ് ചെയ്യാനുള്ള ഇത് വന്നിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ എനിക്ക് അത് അങ്ങനെ കണ്ടു. അപ്പോൾ ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ യൂട്യൂബ് ചാനൽ അന്ന് റോഡിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു, നിങ്ങളത് എന്തായി, നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇപ്പം ഇങ്ങനെ ഇടലുണ്ടോ, റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇടേണ്ട, നിങ്ങൾ വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഓ ഞാനത് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ക്യാഷൊക്കെ കിട്ടി, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ കാര്യങ്ങളും പോയി, എനിക്കിപ്പോൾ യൂട്യൂബൊന്നും ഇല്ല, ഞാൻ വീഡിയോസൊന്നും ഇടയില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് മെസ്സേജ് വന്ന് കിടക്കണതാണ്. അപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ആഡ്സൻസ് ചെയ്യാനുള്ളതാണ്, മോണിറ്റൈസ് ചെയ്യാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് കേട്ടപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2ാമത് നമുക്ക് ഇങ്ങനെ ഒരു പിൻ നമ്പർ വന്നു. അഡ്രസ്സും കാര്യങ്ങളും നമ്മുടെ ID പ്രൂഫുകളെല്ലാം അവർ ചോദിച്ചതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിൻ നമ്പർ വന്നു. ഈ പിൻ നമ്പർ വന്നപ്പോഴാണ് ഞാൻ പിന്നെയും എൻ്റെ ഗൂഗിൾ അംഗീകരിച്ചു. നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ ശ്രമിച്ചതിന് ഗൂഗിൾ നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ബോധം എനിക്ക് വന്നത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഷോർട്സ് വീഡിയോ, അതേപോലെ തന്നെ ചെറിയ കുറച്ച് വീഡിയോസൊക്കെ ഇപ്പോൾ ഒരു 2 മാസമായി ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഒരു $13 വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പം വളരെ സന്തോഷം. ഇതൊന്നും എനിക്കല്ല, എന്നെ പോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അന്ന് ആ ഏട്ടനെ കൊണ്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും റെഡിയാക്കില്ല. അതുപോലെ ഞാൻ മറ്റൊരാളോടും ചോദിച്ചപ്പോഴാണ് അവർ കുറേ കാര്യങ്ങൾ എനിക്ക് യൂട്യൂബിൽ നമ്മൾ ഇടേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഇട്ടുണ്ടായിരുന്നേ. എന്താ നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് അത് മനസ്സിലായി. അപ്പം ഞാനിപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലും പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കുട്ടികൾ കാണാൻ അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ കാണാത്ത രീതിയിലേക്ക് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്. അപ്പം ഞാൻ എന്നെ പോലെ തന്നെ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒന്നും അറിയാണ്ട് എന്നാലോ ചാനലുണ്ട്, നമ്മൾ പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്, കാര്യങ്ങളൊന്നും നമുക്ക് അറിയണില്ല. അങ്ങനത്തെ കുറേ പേരുണ്ട്, എന്നെ പോലെ തന്നെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് പറയുന്നത്. പറഞ്ഞു പോയ ലോങ് ആയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക. കാരണം എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം 8 മാസം 9 മാസം നമ്മൾ വെറുതെ അവിടെ യൂട്യൂബ് വെറുതെ ഇട്ടു. നമുക്ക് എന്തൊക്കെയോ ഇടാണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഇടാതെ ഇനി അടുത്ത റോഡ് പണി വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം നമുക്ക് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള രീതിയിൽ നിർത്തി വെച്ച ഒരാളാണ് ഞാൻ. അപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് കണ്ടിന്യൂസ് ചെയ്തു പോവാം. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. ബാക്കി നമുക്ക് പൈസ കിട്ടോ കിട്ടാതെ എന്തെങ്കിലും ആവട്ടെ, എന്നാലും നമ്മൾ പ്രയത്നിച്ച ഒരു കാര്യത്തിന് നമുക്ക് ഫലം കിട്ടും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പിൻ നമ്പർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. ആറക്ക നമ്പറാണെന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചേച്ചിമാർ, ചേട്ടന്മാർ, അനിയന്മാർ, പിന്നെ അതുപോലെ തന്നെ കൊച്ചു മക്കളൊക്കെ തുടങ്ങിയ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ നമ്മളൊരു രസത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെ ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ രീതിയിൽ തന്നെ പോവാം. അപ്പോൾ ഒക്കെ ശരിയാവും. എനിക്ക് 2350 360 സബ്സ്ക്രൈബ് ഉണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഞാൻ ഹൃദയം തുറന്നിട്ട് എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സ് എത്ര ആൾ കണ്ടു, ആരൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. എനിക്കിത് കിട്ടിയത് എനിക്ക് മാത്രമുള്ള പ്രയത്നം കൊണ്ടല്ല, നിങ്ങളാണ് എനിക്കിത് തരുന്നത്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു പിന്നക്ക നമ്പറിനെ പറ്റിയിട്ട് അറിയാൻ കഴിഞ്ഞതും കിട്ടിയതൊക്കെ. അപ്പോൾ എല്ലാവരോടും ഞാൻ ഹൃദയം തുറന്നിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഓക്കെ, ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മുന്നോട്ട് വരട്ടെ. എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് നല്ല വഴിക്ക് മുന്നോട്ട് പോവുക, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അറിയിക്കാം. ഓക്കെ, ബൈ.